അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സ്വാഹിബിൽ വസീല ലക്കൽ ഇബാദത്തു വഅലൈക തവക്കുൽ. ഇന്നത്തെ ഹദീസ് ക്ലാസ്സിൽ പറയുന്നത് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ നീങ്ങിക്കിട്ടാനുള്ള നല്ലൊരു ദുആയെ സംബന്ധിച്ചാണ്, നല്ലൊരു പ്രാർത്ഥനയെ സംബന്ധിച്ചാണ്. മഹാരഥന്മാരായ ബുഹാരി ഇമാമും മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിയുമാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. നമുക്ക് ഹദീസ് ഏതാണെന്ന് മനസ്സിലാക്കാം. അനിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, മഹാനായ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ടുദ്ധരിക്കുന്ന ഹദീസ്, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ഇൻദൽ കർബി, തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തേക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ അവിടുന്ന് പറയുമായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർശിൽ അലീം എന്ന ദുആ റസൂലുള്ള ചൊല്ലുമായിരുന്നു. ദുആഉൽ കർബ് എന്ന് പറയുന്ന ഈ പ്രത്യേകമായ ദുആ ജീവിതത്തിൽ കൃത്യമായി ചൊല്ലിപ്പോന്നാൽ പ്രയാസങ്ങളെല്ലാം നീങ്ങിക്കിട്ടുകയും നാം ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളിലേക്ക്, ആവശ്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുആഉൽ കർബിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളെയും സാധിപ്പിച്ചു തരട്ടെ. ഇഹപര വിജയികൾ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.